കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നിലമ്പൂരിൽ വലിയൊരു പോരാട്ടം തന്നെയാണ് നമ്മൾ കണ്ടത്. ഇടതും വലതും ചേർന്നുള്ള പല കളികളും തന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞുള്ള വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടമാണ്. ഇന്ന് അതിൻ്റെ ഒരു വോട്ടുകൾ കൊണ്ടുള്ള അതെ അവസാന ഒരു ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ വോട്ടിംഗ് ഒക്കെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ വലിയ ഒരു ജനങ്ങളുടെ ഒരു തിക്കും തിരക്കൊന്നും ഇല്ലെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല പോളിംഗ് ശതമാനം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഇതുവരെ ഒരു അറിവൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ സാറിൻ്റെ? ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുമ്പോൾ 8% ആയിട്ടുണ്ട് പോളിംഗ്. നമ്മുടെ മൊത്തത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഇപ്പോൾ ഈ നിമിഷത്തിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മൊത്തത്തിലെടുക്കുമ്പോൾ 9% വരുന്നുണ്ട്. എങ്കിലും അതത്ര വലിയൊരു നല്ല തുടക്കമല്ല, നല്ല ശതമാനവുമല്ല. മന്ദഗതിയിലാണ് ഇപ്പോൾ തുടങ്ങുന്നതെന്ന് നമുക്ക് പൊതുവെ പറയാൻ സാധിക്കും. എങ്കിലും ചില ബൂത്തുകളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ട് അവർ ക്യൂ ആയിട്ട് നിൽക്കേണ്ട ഒരു സന്ദർഭം വരുന്നു. ഇത് വളരെ ആശ്ചര്യകരമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം തിക്കും തിരക്കും ഇല്ലാതെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് തന്നെ മാധ്യമപ്രതിനിധികളോട് 8 മണിയോളം ആയപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവിടെ തിരക്ക് വരുന്നത് എന്തായാലും ഒരു ശുഭലക്ഷണം കൂടിയാണ്. മന്ദഗതിയിലാണ് മിക്ക മണ്ഡലങ്ങളിലും സാധാരണഗതിയിൽ ഇങ്ങനെ പോളിംഗ് തുടങ്ങാറുള്ളത്. പിന്നെ ക്രമേണ ഉച്ചയോടുകൂടി അത് പച്ച പിടിക്കും. എന്ന് മാത്രമല്ല, ഈ പോളിംഗ് മന്ദഗതിയിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് തീവ്രമായ മഴയാണ്. പോളിംഗ് മന്ദഗതിയിലാണെങ്കിലും വടക്കൻ ജില്ലകളിലൊക്കെ മലബാറിലാകമാനം തീവ്രമായിട്ടുള്ള മഴയാണ് അനുഭവപ്പെടുന്നത്. സാധാരണ ഇപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ രാവിലെ കുറച്ചുകൂടെയൊക്കെ പോളിംഗൊക്കെ വരേണ്ട ഒരു സാഹചര്യമല്ലേ? തീർച്ചയായിട്ടുമാണ്. മണ്ഡലത്തിന് മൊത്തത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങൾ അവധി കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, ഡ്യൂട്ടി ലീവായിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. മണ്ഡലത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് സ്കൂളില്ല, അവധി ദിവസമാണല്ലോ, അതുകൊണ്ട് സ്കൂളുകളൊന്നുമില്ല. പിന്നെ ട്യൂഷന് പോകുന്നവർ മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ വലിയ ബന്ധപ്പാടുകളൊന്നുമില്ല. പിന്നെ കർഷക സമൂഹം, അവർക്ക് അവധിയില്ലല്ലോ, ആരും അവധി കൊടുക്കാനില്ലല്ലോ, അതിൻ്റെ അധ്വാനത്തിന് വേണ്ടി പോകേണ്ടി വരും. വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് 20,000-ഓളം പേര് മലയോര കർഷകരാണ്. അപ്പോൾ ആ കാര്യം കൂടെ, റബ്ബർ ടാപ്പിംഗ് അങ്ങനെയുള്ള സംഗതികളുണ്ടാവാം, കൃഷിത്തോട്ടത്തിലൊന്ന് പോവുക, ഇങ്ങനെയുള്ള അവരുടേതായിട്ടുള്ള ചില കൃത്യനിർവഹണങ്ങളും ഉണ്ടായിരിക്കാം. അപ്പം അതിലൊക്കെ അവർ മുഴുവൻ വൈകുന്നേരമായിരിക്കും അവർ വരുന്നത്. പിന്നെ പൊതുവേ നമ്മൾ കാണുന്നത് ഒറ്റപ്പെട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മണ്ഡലങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പോളിംഗാണ് നമ്മൾ കാണാറുള്ളത്. പൊതുവേ ഒറ്റപ്പെട്ട മണ്ഡലങ്ങളാകും വാശിയേറിയ തിരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒരു വാശിയേറിയ ഒരു വോട്ടിംഗ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 9 മണി എന്ന് പറയുന്നത് 9:05 ആകുമ്പോഴത്തേക്ക് 9% എത്തുന്നതേ ഉള്ളൂ. അനുക്രമമായിട്ട് അങ്ങനെ വികസിച്ച ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. രാവിലെ 2 തീവ്രമായ മന്ദഗതിയിലാണ് പോളിംഗ്. അല്ലെങ്കിലും മഴയുടെ കാര്യത്തിൽ മന്ദഗതിയൊന്നുമില്ല, വളരെ തീവ്രമായിട്ടുള്ള മഴയും. പിന്നെ ഈ രാവിലത്തെ കുളിരിന് എന്നാൽ ഇത്തിരി നേരം കൂടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ആലസ്യമുണ്ടല്ലോ, ആലസ്യവും പൊതുവേ ജനങ്ങളെ ബാധിക്കാം, സ്ത്രീകളെയും പുരുഷന്മാരെയും. പക്ഷേ സ്ത്രീകൾ രാവിലെ തന്നെ സാരി ഉടുത്ത സ്ത്രീകളെ, തട്ടമിട്ട സ്ത്രീകളെ, ഇവരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും, പല മണ്ഡലങ്ങളല്ല പല ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിൽ അദ്ദേഹം സകുടുംബം തന്നെ വന്നത്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അവരുടെ പാരമ്പര്യം അങ്ങനെയാണ്. ആര്യാടൻ മുഹമ്മദ് ഉള്ളപ്പോൾ തന്നെ കുടുംബസമേതമാണ് അവർ വന്ന് വോട്ട് ചെയ്യാറുള്ളത്. അതിൻ്റെ ഒരു ദുഃഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു സഹതാപ തരംഗമൊക്കെ ഉണ്ടാക്കാനൊരു ശ്രമം കൂടി ആര്യാടൻ ഷൗക്കത്ത് രാവിലെ നടത്തുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും നേരിയ കുറവ് വന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ ആവർത്തിച്ച് പലതാണ്. അതിന് യാതൊരു സംശയമില്ല. കാരണം ഇന്നലെ ME ഗോവിന്ദൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട് അല്ലേ, RSSന് CPM-മായി ഒരു കാലത്ത് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് ഇപ്പൊ ഷൗക്കത്ത് ഉയർന്നു നിൽക്കുകയല്ലേ സാർ? വളരെ സത്യമാണ്. തന്ത്രപൂർവ്വം ഗോവിന്ദൻ മാഷിന് അങ്ങനൊന്നും അബദ്ധം പറ്റില്ല. സ്വരാജിനോട് എന്തോ ഗോവിന്ദൻ മാഷിന് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്വരാജിനോടോ? അല്ല, സ്വരാജ് ജയിക്കാനുള്ള സാധ്യതയല്ലേ ഇപ്പം ആര്യാടന് ഭീഷണിയായിട്ട് വരേണ്ടത്. അപ്പോൾ സ്വരാജിനെ ജയിപ്പിക്കാനാണോ എന്ന് എൻ്റെ ഒരു സംശയം. കാരണം നമ്മളെല്ലാം ഒന്നല്ലേ, നമ്മൾ ഒന്നിച്ച് നിന്നവരല്ലേ. ഇതുപോലൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണ്ടേ എന്നുള്ളൊരു സന്ദേശമാണോ അത് നൽകുന്നതെന്ന് വരാം. അതെ, ഒരു ഇരുതലമൂരിയെ പോലാണത്, ഒരു കായംകുളം വാളിനെ പോലെ, രണ്ടറ്റത്തും മൂർച്ചയുള്ള ഒരു വാളാണത് അല്ലേ എന്നാൽ എനിക്ക് തോന്നുന്നു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഈ സന്ദർഭത്തിൽ ഇത് പറഞ്ഞത് എന്തിനാണെന്ന്. ഇത് വാസ്തവമാണ്. വാസ്തവത്തിൽ അന്ന് RSSനെ എതിർത്തൊരൊറ്റ വാക്ക് പോലും CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയോ ബൂത്ത് ലെവലിൽ പോലും ആരും പറഞ്ഞിട്ടില്ല. അവരൈക്യത്തിലായിരുന്നു.
അടിയന്തരാവസ്ഥയ്ക്കെതിരെയും കോൺഗ്രസിനെതിരെയും തോളോട് തോൾ ചേർന്ന് നിന്നാണ് ഇവർ പ്രവർത്തിച്ചത്. ഞാൻ ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയവനാണ്. എനിക്കത് ചുറ്റും കാണാൻ കഴിയുന്ന കാര്യമാണ്. ഐക്യത്തോടു കൂടി ഒരുമിച്ച് നിന്ന് അന്ന് CPM ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആക്രമിച്ചത് CPIക്കാരെയാണ്. വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ആക്രമിച്ചിട്ടുള്ളത്, ആയുധം കൊണ്ടും ആക്രമിച്ചിട്ടുള്ളത് CPIക്കാരെ. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോനെയാണ് കോൺഗ്രസിൻ്റെ വാലിൽ തൂങ്ങി മുഖ്യമന്ത്രിയായ ആളെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട് മാന്യനായ ആ കമ്മ്യൂണിസ്റ്റുകാരനെ. ആ കമ്മ്യൂണിസ്റ്റുകാരനെ എത്രമാത്രമാണ് അധിക്ഷേപിച്ചത്? വാലിൽ തൂങ്ങി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ മാതൃഭൂമി പത്രം, ഇന്നത്തെ ഈ മാതൃഭൂമി പത്രം ഉണ്ടല്ലോ, അന്ന് ഈ അടിയന്തരാവസ്ഥയെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ, പൂർണ്ണമായിട്ട് 100%. എന്നിട്ട് അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞ ആ അർദ്ധരാത്രി അടിച്ച പത്രത്തിൽ വന്നിരിക്കുന്നത് ആങ്കർ സ്റ്റോറിയായിട്ട് വന്നത് C. നാരായണപിള്ളയുടെ സ്റ്റോറിയാണ്. അതിലെഴുതിയിരുന്ന അടിയന്തരാവസ്ഥയുടെ കാളരാത്രിയിൽ. പ്ലേറ്റ് മാറ്റുകയാണ് മാതൃഭൂമി. അന്ന് തൊട്ടാണ് ജനതാ പാർട്ടിയെ അനുകൂലിക്കുവാനും കോൺഗ്രസിനെ എതിർക്കുവാനും അവർ തുടങ്ങിയത്. ജനതാ പാർട്ടി ഒറ്റ രാത്രി കൊണ്ട്, നമുക്ക് സ്വാതന്ത്ര്യം ഒറ്റ രാത്രി കൊണ്ട് കിട്ടിയെന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് അവർ പ്ലേറ്റ് മാറ്റി. അങ്ങനെയാണ്. അപ്പോൾ ധാരാളം കത്തുകൾ, ഈ പ്രതികരണ പങ്ക്തി എന്ന് ഇപ്പോൾ പറയുന്ന പങ്ക്തി എന്ന് വായനക്കാർ എഴുതുന്നു എന്നും പറഞ്ഞാണ്. ആ പങ്ക്തിയിൽ ധാരാളം എഴുത്തുകൾ, നിങ്ങളെന്താണ് ഈ സർക്കസ് കാണിക്കുന്ന, ഇതുവരെ കോൺഗ്രസിനെ താങ്ങിയിട്ട് നിങ്ങളിപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ജനതാ പാർട്ടിയെ താങ്ങുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കത്തുകൾ വന്നു. അതായത് ആ അടിയന്തരാവസ്ഥയുടെ കാളരാത്രി കഴിഞ്ഞ് ഇതിൻ്റെ ആങ്കർ സ്റ്റോറിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ, വായനക്കാർ അത്ഭുതപ്പെട്ടു പോയി. അവർ കത്തെഴുതാൻ തുടങ്ങി. എന്താണ് നിങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് മാറുന്നത്? ഇതുവരെ കോൺഗ്രസിനെ താങ്ങി നിർത്തി അടിയന്തരാവസ്ഥയെ ആ മൂലം പിന്തുണച്ചിട്ട് ഇപ്പം പെട്ടെന്ന് നിങ്ങളങ്ങ് ചുവടും അഭിപ്രായവും മാറുന്നു, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ഒരുപാട് കത്ത് മാതൃഭൂമി പത്രത്തെ വിമർശിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അതിനും ഒരു കത്തായിട്ട്, ആ കത്ത് വന്ന കൂട്ടത്തിൽ ഒരു കത്ത് ഞാൻ കണ്ടത് C. നാരായണപിള്ള എന്ന് പറയുന്ന അവരുടെ തിരുവനന്തപുരത്തെ പ്രമുഖനായിട്ടുള്ള ബ്യൂറോ ചീഫാണെന്ന് തോന്നുന്നു. അദ്ദേഹം വലിയ ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ പ്രത്യേക ലേഖകനുമാണ്, പ്രധാനപ്പെട്ട ഒരാളാണ്, നല്ല എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാം? മറുപടി പറഞ്ഞത്, അദ്ദേഹത്തിന് മറുപടി ഇല്ലായിരുന്നു. മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത്രമാത്രം: ഒരു പത്രത്തിനും അവർക്കെതിരെ വരുന്ന എല്ലാ കത്തുകളും പ്രസിദ്ധീകരിക്കാൻ ബാധ്യതയില്ലെന്ന്. എന്ന് പറഞ്ഞാൽ മാതൃഭൂമിക്ക് അന്ന് അന്നേരം മറുപടിയില്ലായിരുന്നു. അതുപോലെ അന്നത്തെ കാലത്താണ് സർസംഘചാലകായിരുന്ന ബാലാ സാഹബ് ദേവരസ്, ഇന്നത്തെ സർസംഘചാലക്, ഇന്നത്തെ മോഹൻ ഭാഗവതിന് പകരം ബാലാ സാഹബ് ദേവരസ് പറഞ്ഞു, ഞങ്ങളുടെ RSSൽ മുസ്ലിങ്ങളെ പ്രവേശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. എന്ന് പറഞ്ഞാൽ ജമായത്തെ ഇസ്ലാമിയും RSSും CPMും എല്ലാം ഒരുമിച്ചാണ് ഈ അടിയന്തരാവസ്ഥയെ നേരിട്ടത്. ആ തരത്തിലൊരു ഐക്യമുണ്ടായിരുന്നു. ജയിലിൽ മാത്രമല്ല, ജയിലിന് പുറത്തും. ഞങ്ങളുടെ ഗ്രാമത്തിൽ പോലും ആ ഐക്യം ഞാൻ കണ്ടു. നിഷേധിക്കാൻ പറ്റില്ല. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇത് പറയണമായിരുന്നു എന്നുള്ളതാണ്. ഈ ചോദ്യകർത്താവിൻ്റെ അല്ലെങ്കിൽ പത്രപ്രവർത്തകൻ്റെ കൗശലം കൊണ്ട് പുറത്തു വന്ന ഒരു ഉത്തരമല്ലത്. ഇതിൻ്റെ പിന്നിൽ എന്തോ കൗശലം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം നമ്മളെല്ലാം ഒരു ഇരുമയാണെങ്കിലും നമ്മളൊറ്റ എന്നുള്ള ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം. അതെ, ഈ ഒറ്റ ഒരു ഇതുകൊണ്ട് ഷൗക്കത്തിന് വിജയം നമ്മൾ നേരത്തെ ഉറപ്പിച്ചിരുന്നെങ്കിലും കുറച്ചുകൂടി ഒരു ഭൂരിപക്ഷം ഉറപ്പിക്കാനല്ലേ മറിച്ചോ എന്നാണ് എൻ്റെ. കാരണം സ്വരാജിന് വരുന്ന വോട്ടുകളിൽ ഒരു നല്ല ശതമാനം ഹിന്ദു വോട്ടുകളായിരിക്കും. ഹിന്ദു വോട്ടുകൾ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, BJPക്ക് പോകുന്നതുകൂടി തടഞ്ഞിട്ട് അത് സ്വരാജിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ? ഇതിൻ്റെ ഫലം വന്നെങ്കിൽ മാത്രമേ 23-ാം തീയതി മാത്രമേ ഇതിൻ്റെ ഒരു ഇഫക്റ്റ്, ഗോവിന്ദൻ ഇഫക്റ്റ്. മാത്രമല്ല കുറച്ച് ഹിന്ദു സംഘടനകളും ഈ പറഞ്ഞതുപോലെ CPMലേക്ക് വന്നതും ഒക്കെ വലിയൊരു വിമർശനങ്ങൾ ഇടയ്ക്ക് വന്നിരുന്നു. അതെ അതെ, പിന്നെ PDP ആണ്. പക്ഷേ അത് ബാലൻസ് ചെയ്യാനായിട്ട് അപ്പുറത്ത് ജമായത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മറ്റവരും നേടിയിട്ടുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം. ഇപ്പോൾ വർഗീയതയില്ലാത്ത ഒരു പാർട്ടിയായിട്ട് അവിടെ നിൽക്കുന്നത് BJP മാത്രമാണ്. രണ്ടു കൂട്ടരും വർഗീയമെന്ന് വിളിക്കുന്ന BJP മാത്രമാണ് അവിടെ അഗ്നിശുദ്ധനുമായിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.